ഹായ്. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മൊബൈലിലൊരു പാട്ട് കണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയാൻ കാര്യം ഇപ്പം നമ്മളെ ഈ നൊയമ്പ് മാസമല്ലേ, ഇന്ന് 21 22 ഉണ്ടായി, ഇന്നും കൂടെ ആയപ്പോൾ നൊയമ്പ്. നമ്മൾ ഓരോ പ്രാവശ്യത്തെ നൊയമ്പ് വരുമ്പോഴും നമ്മൾ പണ്ടത്തെ ഓർക്കും. മുസ്ലിങ്ങൾ ഇങ്ങനെ ഈ നൊയമ്പ് വ്രതം എടുക്കുമ്പോൾ ഞാൻ പണ്ടത്തെ കാര്യം ഓർക്കും. പണ്ടൊക്കെയെന്ന് എൻ്റെ കൊച്ചുനാൾ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ മൊത്തം മുസ്ലിങ്ങളാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ കണ്ണനല്ലൂരിന് കഴിവട്ടെ, കണ്ണനല്ലൂർ തൊട്ടങ്ങോട്ട് മുസ്ലിങ്ങൾ ഏരിയയിലും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഏരിയയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ആ കുഞ്ഞുനാളിലൊക്കെ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ നൊയമ്പ് വരുമ്പോഴും ഞങ്ങൾ നൊയമ്പ് പിടിക്കുമായിരുന്നു. അവർ നൊയമ്പ് 3 നേരം കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതിരിക്കുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. അമ്മയടുത്ത് വന്ന് അമ്മ ചോറ് കഴിക്കാൻ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും, എനിക്ക് ചോറ് വേണ്ടമ്മ, അപ്പുറത്തെ താത്തയൊക്കെ ഒന്നും കഴിക്കാതിരിക്കും, അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട അമ്മ. അമ്മ അന്നേരം എന്നെ വഴക്ക് പറയും, അവരതൊരു വ്രതം എടുക്കുന്നതാണ്, നീയൊക്കെ പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്കന്ന് ഈത്തപ്പഴവും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്തുവെന്ന് വെച്ചാൽ അന്നേരം ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടിരിക്കും. 6 മണി വാങ്ക് കേൾക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ 4 സൈഡും പള്ളി മുസ്ലിം പള്ളിയാണ്. അപ്പോൾ വാങ്ക് ഇങ്ങനെ കേൾക്കുന്നത് ഞങ്ങൾ നോക്കി ഇരുന്നിട്ട് വാങ്ക് വിളിക്കുമ്പോഴേ ഞങ്ങൾ ഓടിപ്പോയി എന്തോ അന്നേരം ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് കഴിച്ച് വെള്ളവും കുടിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഈ നൊയമ്പ് വന്നതുകൊണ്ട് നിങ്ങൾ അത് വേറൊന്നും വെച്ച് പറഞ്ഞതല്ല. അപ്പം ഞാനിത് പറയാൻ കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടുകളിൽ അങ്ങനെയൊന്നും ആരും ഗൾഫിനൊന്നും പോയി നമ്മളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഏരിയയിൽ താമസിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവരൊക്കെ കൂടുതലും ഗൾഫിലാണല്ലോ. പോയിട്ട് അവരുടെ ഒരു ലെറ്റർ വരാൻ വേണ്ടി വീട്ടിലുള്ളവർ കാത്തിരിക്കും. ഒരു മാസം നമ്മളൊരു എഴുത്ത് അങ്ങോട്ട് വിട്ട് ഒരു മാസം എടുക്കും തിരിച്ച് മറുപടി വരും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അന്നേരം ഞങ്ങളൊക്കെ ചോദിക്കും, ചേച്ചി എന്തോ എഴുത്ത് വന്നോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ, കത്തും മറുപടി ഒന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ആ പാട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആ കൊച്ചുനാളത്തെ ആ ഒരു ഓർമ്മ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഇന്നെന്ന് പറഞ്ഞാൽ ഗൾഫിന് പോകുന്നവർക്ക് മൊബൈലിൽ കണ്ട് സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം. അന്ന് അങ്ങനെ ഉണ്ട്, അന്ന് അങ്ങനെ ഇല്ല. പക്ഷേ ഇന്ന് എനിക്ക് ആ പാട്ട് കേട്ടപ്പോഴുണ്ടല്ലോ, ഞാൻ എൻ്റെ കൊച്ചുനാളിൽ നമ്മളെപ്പോഴും ആ പാട്ട് കേട്ടാലും നമ്മൾ ആ കേൾക്കുന്നിടത്ത് നിൽക്കും ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് എനിക്കത് പാടിയപ്പോൾ ആ മൊബൈലിൽ അത് കണ്ടപ്പോൾ എൻ്റെ കൊച്ചുനാളത്തെ ആ ഓർമ്മ എനിക്ക് വന്ന്. ഞാൻ രണ്ടുപേരും പാടുവാ, നിങ്ങളെന്നെ കളിയാക്കിയൊന്നും ചെയ്യരുത്. ഒരിക്കലെൻ്റെ കവിളി മുത്തി മണത്തിടുവാൻ കൊതിയായി ഉണങ്ങിയെല്ലും തൊലിയുമായി എൻ്റെ ഉമ്മച്ചിക്കാരി തുണയാ. പണവും പൊന്നും അയച്ചില്ലേലും വരുന്ന മാസം വരണേ, ഉരുഞ്ഞുരുകി മരിക്കും മുമ്പ് കവിളിൽ മുത്തം തരണേ. അറബ് നട്ടിൻ്റെ അകലെയങ്ങിരിക്കും വാപ്പ അറിവാ, മനമുരുകി കുറിക്കും മകൾ ഒരുപാടുണ്ട് പറയാ.